കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട സാമ്പാറാണ്. നമ്മുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങൾക്കും നമ്മൾ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സാമ്പാർ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് 1 കപ്പ് പരിപ്പ്. പിന്നെ പരിപ്പിന് കൂടെ ഇട്ട് വേവിക്കാൻ നമുക്ക് ഒരു കഷ്ണം സവാള നുറുക്കിയത്, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക് നീളത്തിൽ മുറിച്ച് വെച്ചത്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചത്, തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 എണ്ണം എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, ഒരു 5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഞാൻ. മുരിങ്ങയ്ക്ക 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കഷ്ണങ്ങളായിട്ട് സാമ്പാറിന് വേണ്ടത്. പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ ആദ്യം നമ്മൾ 1 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി. ഈ 3 സാധനങ്ങളാണ് പൊടികൾ നമുക്ക് വേണ്ടത്. 1 മുറി തേങ്ങ, ഒരു 4-5 ചെറിയ ഉള്ളി, 2-3 കതിർപ്പ് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായി വറുത്തെടുക്കണം. നമുക്ക് ആദ്യം പരിപ്പ് കഷ്ണങ്ങളും പരിപ്പും എല്ലാം വേവിച്ചെടുക്കാം. നമുക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി, വെളുത്തുള്ളി പരിപ്പിൻ്റെ ഗ്യാസും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കണേ. അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം, പച്ചമുളക് അതിലോട്ട് ഇട്ട് കൊടുക്കാം, ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇനി നമ്മൾ മുരിങ്ങക്കായും വെണ്ടയ്ക്കയും ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട്, കഴുകി വെച്ചതാണ് നേരത്തെ തന്നെ, ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കാം. എന്താ വെച്ചാൽ അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. ഒറ്റ ട്രിപ്പിൽ വേവിക്കൽ കഴുകി നമ്മൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കയുടെയും മുരിങ്ങക്കായുടെയും മുകളിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ വെണ്ടയ്ക്കയിലും മുരിങ്ങക്കായാലും നമ്മളത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് അടച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ വേവിക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അരയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂൺ എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടിയും കൂടെ ഒന്നിച്ചിട്ട് ഇട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ചോക്കനെ വറുത്തെടുക്കാനുണ്ട്. ഇപ്പോൾ ചോക്കന ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്തിട്ട് നന്നായി വറുത്ത് കൊടുക്കാം.
ഇത്രയുമാണ് നമുക്ക് അരയ്ക്കാനായിട്ട് വേണ്ടത്. ഇത് നന്നായിട്ട് ചോക്കനെ വറക്കണം. നന്നായി ഈ ഈർപ്പം പോകുന്നത് വരെ നമുക്കിത് വറുത്തെടുത്താൽ മതി. ഇപ്പം ഇതിൻ്റെ ഈർപ്പം നല്ലോണം പോയിട്ടുണ്ട്. ഇത്രയും മതി വറുത്തത്. ഇനി നമുക്കിത് ആറിയിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കഷ്ണം അങ്ങനെ വെന്തിട്ടുണ്ട്. പരിപ്പും ഇതൊക്കെ അവിടെ വെന്ത് കിടക്കുകയാണ്. ഇനി നമുക്ക് ഈ കഷ്ണം വെച്ച ഈ പാത്രം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാം. നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായി വെന്ത് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി തക്കാളിയുടെ പുളി മാത്രം ആവശ്യമുള്ളവർക്ക് പുളിവെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ചും കൂടി പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല പുളി ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ കുറച്ചും കൂടി പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. കൂടുതൽ പുളി വേണ്ടാത്തവർക്ക് ആ തക്കാളിയുടെ പുളി ധാരാളമായിരിക്കും. ഞാനിതിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് തിളയ്ക്കുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യണം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കഷ്ണം വേവിച്ച് വെച്ചത് അതിനകത്തേക്ക് ഇടുന്നുള്ളൂ. അതല്ലെങ്കിൽ പുളിവെള്ളം ഒഴിക്കാത്തവരാണ്, പുളി ആവശ്യമില്ലാത്തവരാണ്, തക്കാളിയുടെ പുളി മാത്രമേ വേണ്ടുള്ളൂ വെച്ചാൽ പിന്നെ ഈ കഷ്ണം അതിൻ്റെ കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് അരവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പുളിവെള്ളം അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഇളക്കാം. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കഷ്ണം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നന്നായി ഇളക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനിയൊന്നും വല്ലാതെ ഇളക്കാതെ ഇത്ര ഇളക്കിയാൽ മതി. നമ്മൾ കഷ്ണത്തിലേക്ക് ഉള്ള ഉപ്പ് നേരത്തെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഉപ്പ് വേണം കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച തേങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കലക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എത്ര വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിലർ കുറച്ച് കട്ടിയായിട്ടായിരിക്കും സാമ്പാർ ഉണ്ടാക്കുക. ചിലർ നല്ല ലൂസായിട്ട് ഉള്ള സാമ്പാറായിരിക്കും ഉണ്ടാക്കുക. ഞാൻ കുറച്ച് അയച്ചിട്ടാണ്. ഇനി കുക്കർ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് തിളച്ചിതാകുമ്പോൾ ഒന്ന് അത് കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് അയവിലാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ എല്ലാ ചേരുവകളും നമ്മളത് ചേർത്തി കഴിഞ്ഞു. നമുക്കത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. മല്ലിയൊക്കെ ഒപ്പം ചേർത്തിയതുകൊണ്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ വല്ലാതെ തിളപ്പിക്കുകയും വേണ്ട, കുറച്ച് തിളയ്ക്കണം. അപ്പം നമ്മുടെ സാമ്പാർ തിളച്ച് വരികയാണ്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് സാമ്പാറിൻ്റെ. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് ഉള്ളി വറുത്തിടാനുണ്ട്. ഉള്ളിയും കടുകും കറിവേപ്പിലയൊക്കെ നമുക്ക് വറുത്തിടണം. അതിന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണിത്. ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പലമുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായിരിക്കും ഇട്ട് കൊടുക്കാം. വേറൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി കറിവേപ്പിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സാമ്പാറിലോട്ട് കൊട്ടാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും സാമ്പാർ. എല്ലാ കഷ്ണം കൂടി ഒന്നിച്ച് വെക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.